കാലത്തെ സെഷനൊക്കെ വളരെ നഷ്ടമായി. ഞാൻ എൻ്റെ കവിത കൂടി ഇതിൽ ചേർത്ത് വയ്ക്കുന്നു. ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള രാമനേട്ടനും മറ്റെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വളരെ അഭിമാനം, രേഖയ്ക്കും അതുപോലെ തന്നെ മെഹ്റിനും ഒക്കെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. കവിത ഒരു ചങ്ങാതി കൂടി. കുന്നുകയറുന്ന ഓരോ നിമിഷത്തിലും കുന്നിൻ മുകളിലെ ഒരു മരവുമായി ഞാൻ ചങ്ങാത്തത്തിലായി. കുന്നിൻ മുകളിലെ ഓരോ മരം പോലെ തന്നെയാണ് കുന്നുകയറുന്ന ഓരോ മനുഷ്യരുമെന്ന് ഞാൻ അതിൻ്റെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. ദൂരെ ദൂരേന്നൊഴുകിയെത്തും നീരുറവയ്ക്കും ദാക്ഷിണ്യമില്ലാത്ത കല്ലുകൾക്ക് മുന്നിൽ ഞങ്ങൾ പതറാതെ നിൽക്കുമ്പോൾ തന്നെ എന്ന് അത് നട്ടെല്ലിൽ നിവർന്ന തലയാട്ടി. മണ്ണിൽ വേരാഴ്ത്തി വെളുക്കെ ചിരിക്കും മഞ്ഞുമലയെ എത്തി നോക്കും നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞു തീരും മുൻപേ ദൂരെ നിന്ന് വന്ന് മഞ്ഞുമല തൊട്ട നിങ്ങളും ഒരുപോലെ എന്ന് അത് അടക്കം പറഞ്ഞു. പിന്നെ ഞാൻ ഒട്ടും അമാന്തിച്ചില്ല, മഞ്ഞുപോലെ നിന്നു ചിരിച്ചു. ഒരു കവിത കൂടി. ജീവിച്ചിരിക്കെ അടക്കം ചെയ്തവൻ. അതൊരു കഴിഞ്ഞ അധ്യായമായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മുള്ളുകൾക്കിടയിൽ ചിരിക്കുന്ന റോസാപ്പൂവിനെ കണ്ടാൽ പോലും അക്കാലം ഓർമ്മയിൽ തികട്ടി വരും. അതൊരു കഴിഞ്ഞ യാത്രയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്ര ഇണങ്ങി നടന്നിട്ടും തോൽക്കേണ്ടി വന്നവരെ കാണുമ്പോഴൊക്കെ ഉത്തരമില്ലാത്ത ഒരു ചിരിയായി അക്കാലം നിവർന്നു വരും. അതൊരു കണ്ടുകഴിഞ്ഞ നാടകമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത്? ഞാൻ ജീവിക്കുകയായിരുന്നു. അസ്ഥിമാത്ര ശരീരത്തിൽ ജീവൻ നിലനിർത്താൻ പിടഞ്ഞോടുകയായിരുന്നു. അടക്കം ചെയ്ത ജീവിതത്തെ ഇപ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായി പുറത്തെടുത്തത്. നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഓർമ്മകളെ വേണ്ട രീതിയിൽ മറവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. ഓർമ്മകളെ വേണ്ട രീതിയിൽ മറവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. നന്ദി. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീമതി സുജാത അപ്പോഴത്തിനെ ക്ഷണിക്കുന്നു. ശ്രീ തിലകൻ പുളിങ്കുഴി വേദിയിലേക്ക് വരിക. കവി തിലകൻ പുളിങ്കുഴി വേദിയിലേക്ക് വരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അവതരിപ്പിക്കുന്ന സൈറ കവിതയുടെ പേര്. ഞാൻ കണ്ണു തുറന്നപ്പോൾ തൊട്ടരികിൽ അയാളുണ്ട്. കറുത്ത വാട നിറഞ്ഞ കണ്ണുകളോടെ ഒരേ ബിന്ദുവിൽ കോർത്തപ്പോൾ അയാൾ എൻ്റെ വേരുകളിൽ തൊട്ടു. സൈറ എന്ന ഞാൻ എന്നെ നിരത്തി വെച്ചു ഒന്നൊഴികെ. അയാൾ ചൂഴ്ന്നു നോക്കിയ ഒരു അടയാളത്തിന് ഞാൻ വഴുതി. മതയടയാളങ്ങളിൽ മുങ്ങിക്കുളിച്ച അയാളുടെ മുഖത്തു ചുളിവുകൾ വീണു. ഉള്ളിലൂറിയ ചിരി വടിച്ചെടുത്തു വിരലഗ്രത്താൽ ഞാൻ. കാഴ്ചകൾ പലതു കണ്ട് കൂകി വിളിച്ച് ചേരിയിലൂടെ ഞങ്ങൾ പാഞ്ഞു. കയ്യിലുള്ള ലഘുഭക്ഷണം ഞാൻ പകത്തു വിശപ്പാറ്റി. ചോറ്റുപാത്രത്തിൽ കൈതട്ടി വിരലഗ്രം മുറിഞ്ഞു. ചോര കിനിഞ്ഞു. രണ്ടുപേർക്കും നൊന്തു. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീമതി ഗീത കൈപ്പറമ്പിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ 500-ാം ഇഷ്ടകവിതയുടെ കവിത പൂരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പ്രിയപ്പെട്ട രാവുണ്ണി മാഷിനും കാവ്യശിഖയ്ക്കും നന്ദി, സ്നേഹം. എൻ്റെ കവിത പുതിയ വെളിച്ചം. നിശാഹൃദയം ഇരുണ്ടപ്പോൾ മുഖം മിനുക്കാനെത്തിയ താരകങ്ങളെ ഓട്ടുരുളിയിൽ കമഴ്ത്തി നിരത്തി വെച്ചു. നിലാവ് അന്തം വിട്ട് പാരിജാത ചെടിയുടെ ചില്ലകളിൽ കുന്തിച്ചിരുന്നു. നിറകേടറിയാത്ത രാപ്പാടി ഇനിയും പൂക്കാത്ത തേന്മാവിൻ്റെ ഉണങ്ങിയ കൊമ്പിലെ ചെറുപൊത്തിൽ സാധകം ചെയ്തു.
വഴിതെറ്റി വന്ന ചന്ദ്രൻ കിണറിലെ വെയിലെടുക്കാതെ ബാക്കി വന്ന ജലത്തിൽ വീണൂറി ചിരിച്ചു. അതു കണ്ടിട്ടാവാം കുറേ ഈയാമ്പാറ്റകൾ അവയുടെ ചിറകുകൾ വെള്ളത്തിൽ കൊഴിച്ചിട്ടു. ജനാലച്ചിലിനപ്പുറം സമാന്തരമായി സ്വപ്നപ്പൂമൊട്ടുകൾ വിരിഞ്ഞ് വികസിച്ച് കരിഞ്ഞ് കൊഴിഞ്ഞു വീണു. നിഴലെന്ന് വിറയ്ക്കുന്ന മങ്ങിയ പ്രകാശം കെട്ടുതുടങ്ങി. ഇരുട്ടിൻ്റെ ആഴക്കടലുകളിൽ പ്രതിധ്വനിയുടെ ഒച്ച മാത്രം ബാക്കിയായി. ശ്വാസം കിട്ടാതെ പിടഞ്ഞ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും കേവല ബിന്ദുക്കളായി ഒടുങ്ങി. ഒഴുകുന്ന നദി ഇടയ്ക്കു വച്ച് തിരിഞ്ഞൊഴുകുക സാധ്യമോ എന്ന ചോദ്യം ഡെമോക്ലീസിൻ്റെ വാളുപോലെ മുന്നിൽ തൂങ്ങി നിന്നു. വഴി അവസാനിച്ചുവെന്ന് കരുതി തിരിച്ചു നടന്നു തുടങ്ങിയതാണ്. പെട്ടെന്നായിരുന്നു സ്വർഗരാജ്യത്തിൽ നിന്നുള്ള സൂചന പോലെ ഇച്ഛാശക്തിയുടെ അപരിമിതമായ ഒരു പച്ച വെളിച്ചം ചൂണ്ടുപലകയിൽ തെളിഞ്ഞത്. പെട്ടെന്നായിരുന്നു സ്വർഗരാജ്യത്തിൽ നിന്നുള്ള സൂചന പോലെ ഇച്ഛാശക്തിയുടെ അപരിമിതമായൊരു പച്ച വെളിച്ചം ചൂണ്ടുപലകയിൽ തെളിഞ്ഞത്. നന്ദി, നമസ്കാരം. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീ ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയെ ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിക്ക് സദസ്സിനും വിനീത നമസ്കാരം. കാവ്യശിഖയുടെ കവിതാപൂരത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. കവിതയുടെ പേര് ആരുന്നി. ആരുന്നി ആരുന്നി ആരത്തിരയുന്നു കണ്ണുകൾ, പാതി തുറന്നിട്ട വാതിലിനപ്പുറം ദൂരെ ദുരന്തങ്ങൾ ചാവേർപ്പട നയിച്ചാടിത്തിമിർത്ത് മുന്നേറുന്ന പാതയിൽ രാവഴപ്പെയ്ത്തിനായി പിന്നെയും മാനത്ത് വിങ്ങിക്കനക്കും കരിമേഘമെന്ന പോൽ ആത്മാവു ചീന്തിപ്പറിക്കുന്ന നോവിൻ്റെ പ്രേതക്കിനാ ഉള്ളിലാർപ്പിടും സന്ധ്യയിൽ ചോരമണക്കുന്ന കാറ്റിൻ തലോടലിൽ പാറുന്ന കൂന്തലിൽ കൈതൊടാതങ്ങനെ ആരുടെ ദീനവിലാപസ്വരങ്ങൾക്കു കാതോർത്തു നിന്നു കരളിടറുന്നു. ആരുന്നി ആരത്തിരയുന്നു സ്വപ്നങ്ങൾ കത്തിക്കരിയുന്നൊരീ ഉഷ്ണഭൂമിയിൽ അന്നത്തിനാത്മാഭിമാനത്തിനായി നാട്ടുവേലക്കളത്തിൽ ഉയർത്ത നിന്നച്ഛനെ പട്ടിണിച്ചിട്ടുമായി ഏതോ പകലിൻ്റെ പട്ടണത്തിൽ പോയി മടങ്ങാത്തൊരമ്മയെ അക്ഷരജ്ഞാനോദയത്തിലൊരോർമ്മയായി കൂട്ടരോടൊത്തു പറന്ന നിന്നെട്ടനെ കൊച്ചരിപ്പല്ലുകൾ കാട്ടിച്ചിരിച്ച് കൈവീശിയകന്ന നിൻ കൊച്ചനുജത്തിയെ വിജ്ഞാനമേവർക്കുമാവോളമേകുവാൻ വിശ്വപ്രദീപമായി തീർന്നൊരാചാര്യനെ പ്രേമവാത്സല്യപ്പുളകങ്ങളാൽ മേനി മൂടിപ്പുറപ്പിച്ച നിന്നാത്മനാഥനെ തത്തിക്കളിക്കുന്ന ചിത്രപതംഗമായി ഒപ്പം നടന്ന കളിക്കൂട്ടുകാരിയെ ഇന്നും തിരയുന്നുവെങ്കിലും കണ്ണുകൾക്കെങ്കിലും കാണാൻ കഴിയാത്തൊരീശനെ ഇന്നും തിരയുന്നുവെങ്കിലും കണ്ണുകൾക്കെങ്കിലും കാണാൻ കഴിയാത്തൊരീശനെ ഉള്ളിൽ ഭയത്തിൻ്റെ മിന്നൽ വെളിച്ചത്തിലാരെ തിരയുന്നു പിന്നെയും ആരും നീ. നന്ദി, നമസ്കാരം. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീമതി ഷീജ കൊടുങ്ങല്ലൂരിനെ ക്ഷണിക്കുന്നു. ഞാൻ എഴുതിയ ഒരു കൊച്ചു കവിത, നഷ്ടപ്രണയം. കാത്തുനിന്ന വഴിയോരങ്ങളിൽ ചെമ്പകത്തൈ നട്ടവളെ, അന്നു കലങ്ങിയ കണ്ണീരെല്ലാം
ചെമ്പകത്തിൻ ദാഹം തീർത്തോ. കാലമെത്ര കഴിഞ്ഞെന്നാലും ഓർത്തുവയ്ക്കും ആദ്യ പ്രണയം എൻ്റെ കരളിൽ നീ തെളിച്ചു പ്രണയ വെടിച്ച പൂത്തിരികൾ. അന്നു നീ എൻ നെഞ്ചിൻ പടവിൽ കൂടുകെട്ടി പാർത്തില്ലേ. ഹൃദയമൊന്നായി ചേർന്നടിഞ്ഞിടാൻ മിഴികൾ രണ്ടും കൊതിച്ചില്ലേ, മിഴികൾ രണ്ടും കൊതിച്ചില്ലേ. ഞാൻ പാടും പാട്ടിലെല്ലാം നിന്റെ രാഗം കൂട്ടിരുന്നു. അന്നു നിന്റെ കൊലുസിൻ കിലുക്കം ഇന്നുമെൻ്റെ കാതിൽ മയങ്ങി, ഇന്നുമെൻ്റെ കാതിൽ മയങ്ങി. ഞാൻ തഴുകിയ പൂമേനിയിലോ ചന്ദനത്തിൻ നിറകുടമാണോ. ഓർത്തുവെച്ച കിനാവിലെല്ലാം എൻ്റെ പേരും ചേർത്തിരുന്നു. അന്നൊരുക്കിയ പ്രണയക്കൂട് മഴ നനഞ്ഞു കുതിർന്നു പോയോ. കുതിർന്ന മണ്ണിൽ അലിഞ്ഞു ചേർന്നു എൻ്റെ ഓർമ്മ കുളിരിൻ പ്രണയം. കുതിർന്ന മണ്ണിൽ അലിഞ്ഞു ചേർന്നു എൻ്റെ രോമ പ്രണയം. താങ്ക് യു. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീ കൃഷ്ണൻ സൗപർണികയെ ക്ഷണിക്കുന്നു. പ്രിയ കഥാകാരൻ ബഷീറിനെ ഓർമ്മിച്ചുകൊണ്ട് മാങ്കോസ്റ്റ് തണലിലെ ഉന്മാദി. പ്രിയപ്പെട്ടവളെ, പണ്ട് നമുക്ക് ഒറ്റ മതമായിരുന്നു, മനുഷ്യമതം. അന്ന് നാം ഒരു കട്ടിലിലെ ഒരേ ലോകത്തിലെ ഒറ്റ മതക്കാർ. ഇന്ന് നാം 2 മതക്കാരായി മാറിയിരിക്കുന്നു. നീ സാറാമ്മയുടെയും ഞാൻ രാമൻ നായരുടെയും പക്ഷം ചേർന്ന് ഉറങ്ങുന്നു. നമ്മുടെ ചായയിലും കാപ്പിയിലും ചത്ത ഈച്ചകൾ പൊന്തിക്കിടക്കുന്നു. നമ്മുടെ ചായയിലും കാപ്പിയിലും ചത്ത ഈച്ചകൾ പൊന്തിക്കിടക്കുന്നു. അത് കണ്ട് ഉന്മാദിയായ ബഷീർ നിവർത്തിപ്പിടിച്ച പിശാങ്കത്തിയുമായി ഓടിയടുക്കുന്നു. അത് കണ്ട് ഉന്മാദിയായ ബഷീർ നിവർത്തിപ്പിടിച്ച പിശാങ്കത്തിയുമായി ഓടിയടുക്കുന്നു. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീ തിലങ്കൻ പുളിങ്ങുയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കാവ്യശിഖ സംഘാടകർക്ക് എൻ്റെ പ്രിയപ്പെട്ട നമസ്കാരം. പ്രത്യേകിച്ച് രാവണി മാഷക്ക്. ഓക്കെ, അപ്പം ഞാൻ കവിത ചൊല്ലുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കവിത ചൊല്ലാം. യൂണിവേഴ്സിറ്റി. രാമൻ കാട്ടിലേക്ക് പോകുന്നില്ല, സീത അഗ്നിയിൽ ചാടുന്നുമില്ല. ലവകുശന്മാർ അശ്വങ്ങളെ തടയുന്നുമില്ല. വാൽമീകി രാമായണം എഴുതുന്നുമില്ല. വാൽമീകി രാമായണം എഴുതുന്നുമില്ല. എഴുത്താണി തുരുമ്പ് പിടിച്ചപ്പോൾ വാൽമീകി അതുകൊണ്ട് ചൊറി തൂണ്ടി തുടങ്ങി. വാൽമീകി എഴുത്താണി ചൊറി തോണ്ടി തുടങ്ങി. അസ്ത്രങ്ങളൊക്കെ പേരുമാറ്റി വൻ രാഷ്ട്രങ്ങൾ കൈയടക്കി. അസ്ത്രങ്ങളൊക്കെ പേരുമാറ്റി വൻ രാഷ്ട്രങ്ങൾ കൈയടക്കി. വായുപുത്രൻ ഹനുമാനിപ്പോൾ ആസ്താലിൻ കഴിക്കുന്ന ആസ്മ രോഗിയാണ്. വായുപുത്രൻ ഹനുമാനിപ്പോൾ ആസ്താലിൻ കഴിക്കുന്ന രോഗിയാണ്. വിമാനത്തിൻ്റെ പാറ്റന്റിന് വേണ്ടി രാവണൻ കോടതി പടികൾ കയറി ഇറങ്ങുകയാണ്.
വിമാനത്തിൻ്റെ പാറ്റന്റിന് വേണ്ടി രാവണൻ കോടതി പടികൾ കയറി ഇറങ്ങുകയാണ്. നളന്തയും തക്ഷശിലയും യൂണിവേഴ്സിറ്റികൾ എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും പറയുന്നില്ല. നളന്തയും തക്ഷശിലയും യൂണിവേഴ്സിറ്റികളെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും പറയുന്നില്ല. വാൽമീകി രാമായണം എഴുതുന്നുമില്ല. താങ്ക് യു. ഒരു കവിത കൂടെ ആവല്ലേ. ചെക്ക് പോസ്റ്റ്. സ്വർഗപാതയിലൂടെ കടന്നു പോകുന്ന അവരഞ്ചു പേർ. സ്വർഗപാതയിലൂടെ കടന്നു പോകുന്ന അവരഞ്ചു പേർ. രക്തം തിളച്ച് സിരകൾ ഉരുകി ഒന്നാമൻ സഖാവ് ഗോപാലകൃഷ്ണൻ. ഒന്നാമൻ സഖാവ് ഗോപാലകൃഷ്ണൻ. കൗമാരത്തിലെ പ്രണയ കഥകൾ പറയേ അപ്രതീക്ഷിതമായി വൈരുദ്ധ്യവാദി രാധാകൃഷ്ണൻ. ഗർഭത്തിലുറഞ്ഞ കുഞ്ഞുമായി ശങ്കരാശ്രമത്തിലെ അന്തേവാസി ശാരദ പിന്നാലെ. ഗർഭത്തിലുറഞ്ഞ കുഞ്ഞുമായി ശങ്കരാശ്രമത്തിലെ അന്തേവാസി ശാരദ പിന്നാലെ. പരസ്പരം നെഞ്ചിൽ കടാരകൾ കുത്തിത്താഴ്ത്തിയ വർഗീയ തീവ്രവാദികൾ മുഹമ്മദും താക്കറെയും. പരസ്പരം നെഞ്ചിൽ കടാരകൾ കുത്തിത്താഴ്ത്തിയ വർഗീയ തീവ്രവാദികൾ മുഹമ്മദും താക്കറെയും. 5 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ശ്രദ്ധയോടെ വായിച്ചു. ഒന്നാമനും രണ്ടാമനും മരണം പട്ടിണി മൂലം. സ്വാമിനിയുടേതോ യോനി പിളർന്ന് രക്തം വാർന്ന്. 4-മനും 5-മനും പരസ്പരം ഞരമ്പ് പിണഞ്ഞ് എല്ലാവരും ഒരേ പാതയിലൂടെ പോയി, സ്വർഗപാതയിലൂടെ പോയി. എല്ലാവരും ഒരേ പാതയിലൂടെ പോയി, സ്വർഗപാതയിലൂടെ പോയി. എല്ലാവരും താങ്ക് യു. അടുത്ത കവിത അവതരിപ്പിക്കുന്നത് ശ്രീ ഷാജു കളപ്പുരയ്ക്കൽ. നമസ്കാരം. കവിശികയുടെ ഇഷ്ടകവിത @500 എല്ലാ ആശംസകളും നേരുന്നു. ഞാനിവിടെ അവതരിപ്പിക്കുന്ന കവിത നാളെത്രയായി. പ്രണയം മരിച്ചിട്ടു നാളെത്രയായി, നിന്റെ മഷി തേച്ച കണ്ണുകൾ മൗനമായെന്നോടു മിണ്ടാതെയായിട്ടു നാളെത്രയായി. പ്രണയം മരിച്ചിട്ടു നാളെത്രയായി. ചുണ്ടുകൾ മെല്ലെയകത്തി നീ നൽകുന്ന ചിരി എന്നിലേക്കെത്തി എത്ര നാളായി. ചിരി നിറം ചാർത്തി തുടുക്കുന്നൊരാ കവിൾ ഇണകളെ കൊഞ്ചിച്ചു നാളെത്രയായി. വിരലുകൾ പിണയുന്ന കരുതലിൽ നീ എൻ്റെ തോളത്തു ചേർന്നിട്ടു നാളെത്രയായി. അടരാതെ ചുണ്ടുകൾ ചുംബിച്ചെടുക്കുന്ന സാന്ത്വനം പങ്കിട്ടു നാളെത്രയായി. കവിതകൾ കാട്ടുതീയായി പടർന്നൊര
കാലം കടന്നിട്ടു നാളെത്രയായി. നാളെയാകാം നിന്റെ ഹൃദയം കവർന്നുള്ള യാത്രയെന്നോർത്തിട്ടു നാളെത്രയായി. വാക്കുകൾ കൊണ്ടു നാം പണിയിച്ച മോഹന സൗധങ്ങൾ വീണിട്ടു നാളെത്രയായി. വരകൾ വിശപ്പിൽ അളന്നിട്ട സമയങ്ങൾ ശൂന്യവേളകളായി നാളെത്രയായി. ഉദയം ഒരുമിച്ചറിഞ്ഞതിൻ ശേഷമോ പകലിൽ വെയിലത്തു നാം മാത്രമായി. കരയുന്ന സൂര്യനെ നോക്കിയിരുന്നിട്ടു കുടകൾ കളഞ്ഞിട്ടു നാളെത്രയായി. അസ്തമയമില്ല നമുക്കെന്നു നാം തന്നെ ഏറ്റു പറഞ്ഞിട്ടു നാളെത്രയായി. ചിതയിലേക്കുള്ളൊര സ്നേഹയാത്രയിലൊരു തീരത്തടഞ്ഞിട്ട് ഞാൻ തനിച്ചായിട്ട് നീയൊഴുകി ദൂരേക്കു നീങ്ങിയകന്നിട്ട് കാതങ്ങൾ നാളുകൾ എത്രയായി. നമ്മിൽ പ്രണയം മരിച്ചിട്ടു നാളെത്രയാ. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിനായി ശ്രീമതി സരസ് മുണ്ടൂരിനെ ക്ഷണിക്കുന്നു. ഈ ഒരു കവിതയ്ക്ക് ശേഷം അടുത്തത് രംഗാവതരണമാണ്. ശ്രീമതി സരസ് മുണ്ടൂരിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് ആരു നീ. ആരു നീ എന്നെ ചിന്തയിൽ വാഴുവാൻ ആത്മാവിനാഴങ്ങൾ തേടിക്കുതിക്കുവാൻ ആശതൻ ഗംഗ പ്രവാഹമായി മാറുവാൻ ആദിരാത്തിങ്കളായി പുഞ്ചിരി തൂകുവാൻ ഉരുകിടും നോവുകൾക്കമൃതാകുവാൻ ഒരു കുളിർ സാന്ത്വന സ്പർശമായി മാറുവാൻ അരുമയാം ചന്ദനക്കാറ്റായി തലോടുവാൻ ഒരു മഴച്ചാറ്റലായി പെയ്തലിഞ്ഞിടുവാൻ ദീപ്തസ്മരണയായി പൂത്തു നിന്നിടുവാൻ രാഗലയങ്ങളായി വന്നു പുൽകിടുവാൻ നേർത്ത സുഗന്ധമായി തൊട്ടു തലോടുവാൻ ഓരോ കിനാവിലും ഹർഷമായി മാറുവാൻ നഷ്ടക്കണക്കിൻ്റെ തീജ്വാലയേറ്റേറ്റ് വെന്തുരുകിടുമീ ഹൃത്തിൻ്റെ നോവുകൾ കണ്ടുവോ നീ എൻ്റെ ഭഗ്നപ്രതീക്ഷകൾ മാറ്റിക്കുറിക്കുന്നതെന്തിനാണിങ്ങനെ ആരു നീ ഈ വിധം നോവിനും മീതയായി ഹർഷമായുള്ളിൽ നിറഞ്ഞു നിന്നിടുവാൻ ഇല്ല മറക്കില്ല ആരാണു ഞാനെന്ന സത്യം ഗ്രഹിച്ചു മുന്നേറട്ടെ ഞാൻ സഹേ ഇല്ല മറക്കില്ല ആരാണു ഞാനെന്ന സത്യം ഗ്രഹിച്ചു മുന്നേറട്ടെ ഞാൻ സഹേ. നന്ദി. രംഗാവതരണമായിട്ട്